അഭിനന്ദൻ വർദ്ധമാനെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും, മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്ന് വേണം കരുതാൻ. അതിനുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. ഉണ്ണി ചേരുന്നു. ദുഃഖകരമായ വാർത്തകൾ അതിർത്തിയിൽ നിന്ന് പുറത്തു വരുന്നു. 5 ഇന്ത്യൻ സൈനികർ ഏറ്റുമുട്ടലിൽ ഹന്ദ്വാരയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ഏറ്റുമുട്ടലിൽ 2 ഭീകരരും കൊല്ലപ്പെട്ടു. ഉണ്ണി ചേരുന്നു. ഉണ്ണി, അതിർത്തി അശാന്തമായി തുടരുകയാണ്. ഒപ്പം ഭീകരാക്രമണവും തുടർച്ചയായി ഉണ്ടാകുന്നു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രാവിലെയാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഹന്ദ്വാരയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 5 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. 2 ജവാന്മാർ, 2 ജമ്മു കാശ്മീർ പോലീസിലെ 2 പോലീസുകാർ, ഒപ്പം ഒരു പ്രദേശവാസി. ഇവർക്കാണ് ഈ ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇന്ന് രാവിലെ കുപ്വാര ജില്ലയിലെ ഹന്ദ്വാരയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അവിടെ എത്തുകയായിരുന്നു സൈന്യവും പോലീസും അടങ്ങുന്ന സംയുക്ത സംഘം ഈ ഭീകരരെ വധിക്കാനായി ശ്രമിച്ചു. രണ്ടുപേരെ വെടിവയ്പ്പിന് ശേഷം അവർ കൊല്ലപ്പെട്ടു എന്ന് കരുതി തിരച്ചിൽ നടക്കുന്നതിനിടെ മൃതദേഹത്തിനടുത്ത് എത്തിയപ്പോൾ ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നില്ല. കൊല്ലപ്പെട്ടു എന്ന മട്ടിൽ അയാൾ അവിടെ കിടക്കുകയായിരുന്നു. അയാൾ ഉടൻ തന്നെ തോക്കെടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എതിരെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. ഇതാണ് അപ്രതീക്ഷിതമായി ഇത്രയും വലിയ രീതിയിലുള്ള ജീവനഷ്ടമുണ്ടാകാൻ കാരണമായിരിക്കുന്നത്. അതിൽ 2 ഭീകരരെയും വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ സംയുക്ത ഓപ്പറേഷനിൽ തന്നെ, അതായത് ഒരു കണക്കുകൂട്ടലിലെ പിഴവ്, 2 പേരും മരിച്ചു എന്ന് കരുതി അവിടെ സമീപത്ത് മൃതദേഹങ്ങൾ റെയ്ഡിൽ പരിശോധിച്ച് അത് ഉറപ്പാക്കാൻ പോയപ്പോഴാണ് അതിലൊരാൾ വെടിയുതിർത്തുകൊണ്ട് എല്ലാവരെയും വെടിയുതിർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് ഭീകരർ.